നമ്മുടെ നാട്ടിൽ കുറെ നാളുകളായി കസ്റ്റമേഴ്സും ഏജന്റ്സും ബിൽഡേഴ്സും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് കാരണം ആളുകൾക്ക് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഭയവും താല്പര്യക്കുറവും ഉണ്ടായിരുന്നു. ഇതിനൊക്കെ പരിഹാരമായിട്ടാണ് സെൻട്രൽ ഗവൺമെന്റ് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് 2016 പാസ്സാക്കുന്നത്. ഇതിന്റെ അണ്ടറിൽ കേരള ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തതാണ് കേരറ അഥവാ കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി. ഇത് 2020 ജനുവരി 1 മുതൽ കേരളത്തിൽ പ്രാബല്യത്തിൽ വന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, റിയൽ എസ്റ്റേറ്റിന്റെ പ്രധാന കണ്ണികൾ ബിൽഡേഴ്സും ഏജന്റ്സും കസ്റ്റമേഴ്സും ഒക്കെയാണ്. ഇവർ മൂന്നുപേരുടെയും അവകാശങ്ങളും കർത്തവ്യങ്ങളും ഉത്തരവാദിത്തങ്ങളും എല്ലാം ഒരു ശരിയായ ധാരണയിൽ നിലവിൽ വന്നു. നമുക്കിവിടെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം എന്ത് പ്രശ്നം വന്നാലും കോടതിയിൽ പോയി കേസ് ഫയൽ ചെയ്യുക എന്നായിരുന്നു. എന്നാൽ റിറ വന്നതിന് ശേഷം ഇവയെല്ലാം പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ബിൽഡർ ആയാലും ഡെവലപ്പർ ആയാലും ഏജന്റ് ആയാലും ഇൻഡിവിജ്വലിയോ കമ്പനി പേരിലോ രജിസ്ട്രേഷൻ എടുക്കണം. കൂടാതെ അവർ ചെയ്യുന്ന ഓരോ പ്രോജക്റ്റിനും പ്രത്യേകം രജിസ്ട്രേഷൻ എടുക്കണം. നമ്മൾ കസ്റ്റമർ ആയിരിക്കെ തന്നെ പല വാഗ്ദാനങ്ങളും ലഭിക്കാറുണ്ട് അല്ലെ? ഉദാഹരണത്തിന് കോമൺ ഏരിയ, സ്വിമ്മിംഗ് പൂൾ, റോഡ് എന്നിവയെല്ലാം. എന്നാൽ റെറ അപ്രൂവ്ഡ് പ്രോജക്റ്റിൽ നിന്നും ഒരു വസ്തു വാങ്ങുമ്പോൾ നമ്മുടെ വാഗ്ദാനങ്ങളെല്ലാം നടപ്പിലാക്കുക എന്നത് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും കൂടെ ഒരു ഉറപ്പാണ്. അതിനുവേണ്ടി കോടതിയിൽ ഫീസ് കെട്ടുകയോ നമ്മുടെ സമയം പാഴാക്കി കളയുകയോ ഒന്നും വേണ്ട. ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും റെറയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും നമുക്ക് എടുക്കാവുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഫോളോ L4 Lands.